ഇന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ്. പാലക്കാട് ജില്ലയിലെ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 10 സെൻറ്റ് പറമ്പിൽ 1750 സ്ക്വയർ ഫീറ്റ് വെറും 1.5 വർഷം പഴക്കമുള്ളൊരു വീട്, 3 ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ. വീടിൻ്റെ ദർശനം വടക്കോട്ടാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്ന ഫൈനൽ വില, ലാസ്റ്റ് വില 55 ലക്ഷം രൂപയാണ്. നമ്മൾ ചിലവഴിക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ളൊരു വീട്. അത് നിങ്ങൾക്ക് വന്ന് നേരിൽ കാണുമ്പോൾ ബോധ്യമാവും. ചുറ്റുഭാഗവും മതിൽ, കുടിവെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ, അതുപോലെ കായ്ക്കാറായി നിൽക്കുന്ന ഒരു 5-6 തെങ്ങുകൾ, മാവ്, പ്ലാവ്, പിന്നെ ഒട്ടനവധി ഫ്രൂട്ട്സ് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ വീടിൻ്റെ ദർശനം ഞാൻ പറഞ്ഞു വടക്ക് വശത്തോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ. 1.5 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. 55 ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഫൈനലായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന വഴി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദൃശ്യ മാർബിൾസ് അഞ്ചുമൂർത്തി മംഗലം ഭാഗത്തു നിന്നൊക്കെ ഹൈവേയിൽ നിന്ന് വരുവാണെങ്കിൽ, നാഷണൽ ഹൈവേ 4 വരി പാതയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ താഴെ ദൂരവും, അതുപോലെ മുടപ്പല്ലൂർ വള്ളിയോട് ഭാഗത്തു നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ താഴെ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരപരിധികൾ. പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് ഏകദേശം ഒരു 25-30 മീറ്റർ ദൂരം മണ്ണ് വഴിയാണ്. അതിപ്പോൾ അടുത്ത് തന്നെ കോൺക്രീറ്റോ ടാറിങ്ങോ ഒക്കെ ആവും. അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഇത് കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറയാൻ, ഇതിൻ്റെ ഉടമസ്ഥർ പുറത്ത് വിദേശത്ത് സെറ്റിലാവാനുള്ളൊരു കാര്യം കൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഈ വീടിന് ഒരു 10 ലക്ഷം രൂപ LIC ബാങ്കിൽ ലോണുണ്ട് കേട്ടോ. LIC ബാങ്കിൽ ലോണുണ്ട്. അപ്പോൾ ജന്മം തീർ പറമ്പാണ്, കൊടുക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള വീടല്ല. അതൊക്കെ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമിൽ, നമ്മൾ ആ സിറ്റ് ഔട്ട് ലിവിങ് റൂം കഴിഞ്ഞ് ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിലൊരു കിങ് സൈസിൻ്റെ വലിയൊരു കട്ടിൽ ഏതാണ്ടോ, ഇത് ഒരെണ്ണം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഫിക്സഡ് ആണ്, അതൊന്നും എടുക്കില്ല. അതുപോലെ ഈ ഒരു അലമാര, അതൊക്കെ അതിനകത്ത് തന്നെ കബോർഡിൻ്റേതായിട്ടുള്ള വർക്കുകൾ കൊണ്ട് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അതൊന്നും അവർ ഇളക്കി പറിച്ചെടുക്കില്ല. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വന്ന് നേരിൽ കാണുമ്പോൾ തന്നെ ബോധ്യമാവും. അപ്പോൾ നമ്മൾ അത് താഴെ ഒരു ബെഡ്റൂം, അത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഈ ഡൈനിങ്ങിനോട് ചേർന്ന് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു കമ്പ്യൂട്ടർ ടേബിളും കാര്യങ്ങളൊക്കെ, ഇവിടെ ഒരു കോമൺ ആയിട്ട് നമുക്കൊരു ബാത്റൂം സൗകര്യമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ അടുക്കളയും വർക്ക് ഏരിയയൊക്കെ വരുന്നത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ വയറിങ് ആയിക്കോട്ടെ, ഫിറ്റിങ്സ്, സ്വിച്ച് ബോർഡുകൾ ഒക്കെ കമ്പനി ഐറ്റംസുകൾ കൊണ്ട് മാത്രം പണികൾ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ഈ അടുക്കളയിൽ തന്നെ ഈ കിച്ചൺ കബോർഡിൻ്റെ വർക്കുകൾക്കൊക്കെ ആയിട്ട് നല്ലതുപോലെ പൈസ ചിലവഴിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് ബഷീറാണ് ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ വഴി അത് ഷീറ്റ് വെച്ച് ഇറക്കിയിട്ട് വിറക് അടുപ്പ് കത്തിക്കാൻ പാകത്തിനൊരു വർക്ക് ഏരിയയ്ക്കായിട്ട് അങ്ങനെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും മതിലും സ്ലാബ് മതിലല്ല, ഈ സിമെൻറ്റ് കട്ട കൊണ്ട് തന്നെയാണ് മതിലിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിനിപ്പോൾ സ്റ്റെയർ കേസിലൊക്കെ നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇതിൻ്റെ പിടിയൊക്കെ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 സെൻറ്റ് സ്ഥലത്തിന് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചുറ്റുഭാഗങ്ങളൊക്കെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. നിറയെ വലിയ വീടുകളുള്ളൊരു ഏരിയയിലാണ് ഈ വീട് വരുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഈ ഏരിയ ഒന്ന് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്റ്റേറ്റ് ഹൈവേയിലേക്കും നാഷണൽ ഹൈവേയിലേക്കുള്ള ദൂരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അവിടെ തന്നെയാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത്. ഈ 1.5 കിലോമീറ്ററിനടുത്ത് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററിനടുത്ത് തന്നെയായിട്ടുണ്ട്. ഇത് മുകളിലാണ് ഇതിൻ്റെ 2 ബെഡ്റൂം വരുന്നത്. അത് രണ്ടും അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിരിക്കുന്നു കേട്ടോ. അങ്ങനെ 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്. അത് കൂടാതെ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. 10 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റ്. പരമാവധി നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് ഈ 2 ബെഡ്റൂം കഴിഞ്ഞ് ഈ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബാൽക്കണി, അതൊക്കെ ടൈല് തന്നെയാണ് നിലത്ത്. സാധാരണ സിമെൻറ്റ് അങ്ങനെ പൂശാറ്, ഇതിപ്പോൾ ടൈല് തന്നെ ഇട്ടിട്ട് അവർ വളരെ മനോഹരമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അടുത്തൊക്കെ പുതിയ വീടുകൾ
വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നതുണ്ടോ, ഇതടക്കം അവർ കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു രീതിക്ക് ഒരു തട്ടിക്കൂട്ട് എന്നുള്ള രീതിക്ക് പണിതതല്ല. ഇവർ കുറേ കാലം താമസിക്കണം എന്നുള്ള രീതിക്ക് ആദ്യമായിട്ടൊരു വീട് പണിയുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ചിലവാക്കുക എന്ന പോലെ ചിലവാക്കി അവർക്ക് പിന്നെ പെട്ടെന്ന് വിദേശത്ത് സെറ്റിലാവേണ്ട ഒരു ആവശ്യകത വന്നതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഇതേയുണ്ട് സോളാറും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കാനുള്ള മൂല്യമുണ്ട് സുഹൃത്തുക്കളെ, അത് ഞാൻ ഉറപ്പ് നൽകുന്നു. പാലക്കാട് ജില്ലയിലാണ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഈ 10 സെൻറ്റ് സ്ഥലത്തിൽ ഈ കായ്ക്കാനായിട്ട് ഇപ്പോൾ അച്ചിങ്ങയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഒരു 6 തെങ്ങുണ്ട്. അതുകൂടാതെ 4 തരത്തിലുള്ള ബഡ് മാവുകളുണ്ട്. പിന്നെ നാടൻ ചാമ്പങ്ങയുണ്ട്, ആപ്പിൾ ചാമ്പങ്ങയുണ്ട്, പിന്നെ ഈ മിറാക്കിൾ ഫ്രൂട്ട്സ് ഉണ്ട്. അതുകൂടാതെ കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന അനാറ്, അതായത് ഈ മാതള നാരങ്ങ എന്നൊക്കെ പറയുന്ന അനാറുണ്ട്. പിന്നെ ഇതിൻ്റെ കിണർ കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ്. കരിങ്കല്ലിനേക്കാളും ചിലവ് കൂടുതലാണ് ഇഷ്ടിക കൊണ്ട് കിണർ കെട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വൃത്തി പോലെ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീടാണ്. ചോദിച്ചിരിക്കുന്ന വിലയും പരമാവധി ലാസ്റ്റ് വിലയായിട്ടാണ് 55 ലക്ഷം രൂപ അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റിന് 2.5 ലക്ഷം രൂപയുടെ അടുത്ത്. അപ്പോൾ തന്നെ 10 സെൻറ്റ് സ്ഥലം 25 ലക്ഷം രൂപയോളം വിലയായി. പിന്നെ 1750 സ്ക്വയർ ഫീറ്റ്, 1.5 വർഷത്തെ പഴക്കം മാത്രമാണുള്ളത്. നമുക്കൊരു 3-4 വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കത് കിണറിലേക്ക് വരികയാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ, ഇത് ഞാൻ ഇന്നലെ എങ്ങാണ്ടോ ചെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ മാർച്ച് മാസത്തിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടോ തെളിനീര്, നല്ല വെള്ളമാണ്. ഇതാണ്ട് ഇഷ്ടിക കൊണ്ട് കെട്ടിപ്പടുത്ത് ഉയർത്തിയിട്ടുള്ളൊരു കിണറാണ്. അപ്പോൾ ഇതാണ്ട് ഇതാ ഇവിടെയാണ് ഒരു മാവ്, അതിനോട് ചേർന്നൊരു ചാമ്പങ്ങ, ആപ്പിൾ ചാമ്പങ്ങയുണ്ട്, പിന്നെ സാധാ നാടൻ ചാമ്പങ്ങയുണ്ട്. ഇത് കൂടാതെ പപ്പായ, മുരിങ്ങ, അങ്ങനെ ഒട്ടനവധി നെല്ലി, അങ്ങനെയുള്ള അത്യാവശ്യം കായ്ച്ചുകൊണ്ടിരിക്കുന്നതും കായ്ക്കാറായിട്ടുള്ളതുമായിട്ടുള്ള ഫലവൃക്ഷ തൈകളൊക്കെ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. ചുറ്റുഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സിമെൻറ്റ് ബ്ലോക്ക് കൊണ്ടാണ് മതിലിൻ്റെ പണിയൊക്കെ ചെയ്തിരിക്കുന്നത്. സാധാരണ സ്ലാബ് മതിലൊന്നുമല്ല. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് ഇത് കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2 വേസ്റ്റ് കുഴികൾ വരുന്നുണ്ട്. ഒന്ന് ടോയ്ലറ്റിൽ നിന്ന് വരുന്നതും പിന്നെ ഒന്ന് ബാത്റൂമിൽ നിന്ന് വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള 2 കുഴികൾ ഈ ഭാഗത്ത് തന്നെ. 100% വാസ്തു ബേസ്ഡ് ആയിട്ടുള്ള വീടാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ കൂടാതെ വീടിനായിട്ട് കണ്ടോ അവിടെയൊക്കെ ഒരു പ്ലാവ് കാഴ്ച നിൽക്കുന്നു. അപ്പോൾ ഈ വീടിൻ്റെ അതിർത്തി തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു കുട്ടിമതിൽ ഇവിടെ. നമുക്ക് ചുറ്റുഭാഗം പെരുമാറാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 10 സെൻറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ചുറ്റുഭാഗവും പെരുമാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകൂടെ പറയുന്നു, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ 1750 സ്ക്വയർ ഫീറ്റും 10 സെൻറ്റ് സ്ഥലവും കണ്ടോ. തെങ്ങൊക്കെ കായ്ച്ചു തുടങ്ങിയത് ഇപ്പോൾ ഈ വർഷം മുതലാണിത് കായ്ച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ പെട്ടെന്ന് കായ്ക്കുന്ന 5-6 തെങ്ങുകളാണ് ഇതിനകത്തുള്ളത്. അതുകൂടാതെയാണ് വിവിധ തരത്തിലുള്ള 4 മാവുകളുള്ളത്. പിന്നെ അത്യാവശ്യം എല്ലാതരം ഫ്രൂട്ട്സ് ചെടികളും ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങുന്നവർക്ക് ഇതിൽ പണിയുള്ള എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യം മാത്രം. കാരണം ഒരു 1.5 വർഷം അവർ വീട് കയറി താമസിക്കുന്ന സമയത്ത് ആ പണി കഴിഞ്ഞ സമയത്തുള്ളൊരു പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ കാര്യപ്പെട്ടുള്ള പണികൾ യാതൊന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് കണ്ടോ ഇവിടെ മുറ്റം അടുക്കള കൃഷിക്കൊക്കെ ആയിട്ട് അവർ ഇതിൽ വെണ്ടയും വഴുതിനയും പയറും ഒക്കെ കിട്ടിയതാണ്. ഇപ്പോൾ കണ്ടോ ഇവിടെ അനാറൊക്കെ അത്യാവശ്യം കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു കണ്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് ഓടി പടഞ്ഞ് വിളിച്ചിട്ട് വരാതെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഈ സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.